രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയാണ് ശ്രീ അംബേദ്കർ. ഈ ദിവസത്തെ നമ്മൾ ഓർക്കുന്നത് അങ്ങനെയല്ല. ഈ ദിവസത്തെ നമ്മൾ ഓർക്കുന്നത് ബാബരി മസ്ജിദ് 992 ബാബരി മസ്ജിദിന്റെ നാഴികക്കുടങ്ങൾ ഇന്ത്യയിലെ ഹിന്ദുത്വ ഭീകരവാദികളാൽ കർസേവകരാൽ തകർക്കപ്പെട്ടതോടുകൂടിയാണ് ഡിസംബർ 6 നമ്മുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തത് യാദൃശികമല്ല എന്ന് പറയാനാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇന്ത്യയിലെ ദലിതുകളും ഏറ്റവും വലിയ മതന്യൂനപക്ഷമായ മുസ്ലിങ്ങളും ഇവർ ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യവും ഒരു കാരണവശാലും ഉണ്ടാവരുത്. പ്രത്യേകിച്ച് ഇന്ത്യയെ ഹിന്ദുത്വത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്ന, ഇന്ത്യയിൽ വംശീയതയുടെ വെറുപ്പിന്റെ രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന, സവർണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനത്തെ, ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഈ മതേതര ഭാരതത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള RSSന്റെ ഗൂഢമായ ചില തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ദലിതുകളും മുസ്ലിങ്ങളും ഒരു കാരണവശാലും ഒന്നിക്കരുത് എന്നതുകൊണ്ട് അംബേദ്കറുടെ ജന്മദിനത്തെ സംബന്ധിച്ച് ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ദിവസം തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതൊരു കറുത്ത ദിനമായി അവർ രേഖപ്പെടുത്തപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇരു ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആന്തരികമായ ഒരു സംഘർഷത്തെ മുതലെടുക്കുന്നതിന് വേണ്ടിയാണ് ഡിസംബർ 6 അതിനുവേണ്ടി തെരഞ്ഞെടുത്തത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ അതിന്റെ വിധിന്യായത്തിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ഇവിടെ പരാമർശിക്കേണ്ടായി. അതിന്റെ ഓരോ 5 ജഡ്ജിമാരുടെ ഒരു സംയുക്ത വിധി പ്രസ്താവന ഉണ്ടായിരുന്നു. ആ വിധി പ്രസ്താവനത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ ആദ്യ ഭാഗം മുതൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ വിധിന്യായം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ ആദ്യമായി പറയുന്ന കാര്യമുണ്ട്, ഏതെങ്കിലും ഒരു കെട്ടിടം തകർത്തിട്ടാണ് ബാബരി മസ്ജിദ് പൊളിച്ചത് എന്നതിന് ഒരു വസ്തുതകളും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു ബാബരി മസ്ജിദ് എന്ന് പറയുന്ന പള്ളി ഉണ്ടായിരുന്നു എന്നത് ചരിത്രപരമായും വസ്തുതാപരമായും ശരിയാണ്. ആ പള്ളി തകർന്നതല്ല, തകർത്തതാണ്. കർസേവകർ ഡിസംബർ 6 തകർത്ത് കളഞ്ഞതാണ്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞതിന് ശേഷം അവസാനം അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾ അവിടെ രാമൻ ജനിച്ച സ്ഥലമാണ് എന്ന് വിശ്വസിക്കുന്നതിനാൽ ഈ ഭൂമി അവർക്ക് വിട്ടുകൊടുക്കുകയും പകരമായി മുസ്ലിങ്ങൾക്ക് 5 ഏക്കർ മറ്റൊരു ഭാഗത്ത് അനുവദിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ വിധിന്യായം എന്ന് പറയുന്നത് അനീതിയാണ്, അന്യായമാണ് എന്ന് ആ വിധി പകർപ്പ് തന്നെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ഹിന്ദുക്കളുടെ ഭൂമിയാണെങ്കിൽ ആ ഭൂമി ഏറ്റെടുത്ത് ഹിന്ദുക്കൾ കൊടുക്കണം. പിന്നെ അപ്പുറത്ത് വേറെ നഷ്ടപരിഹാരത്തിന് പ്രസക്തി ഉദിക്കുന്നില്ല. അങ്ങനെ ഒരു നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ ഒരു ജനവിഭാഗത്തിന്റെ ഭൂമി പിടിച്ചെടുത്ത് മറ്റൊരു ജനവിഭാഗത്തിന് കൊടുക്കുകയും എന്നിട്ട് അവരെ തൃപ്തിപ്പെടുന്നതിന് വേണ്ടി അവർക്ക് ബദലായി ഭൂമി അനുവദിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും അബദ്ധജടിലമായ കാര്യമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ വിധി പ്രസ്താവനത്തിൽ പങ്കാളിയായ ജഡ്ജി അദ്ദേഹം ഇതിലെ ഈ 5 അംഗങ്ങളിൽ ഒരാളാണ്. പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി മാറി. ചന്ദ്രചൂഡൻ എന്ന് പറയുന്ന ഈ അടുത്ത സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായി വിരമിച്ച മനുഷ്യൻ. അദ്ദേഹം ആ വിധിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന എന്താ? നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് തലേ ദിവസം രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലൂടെ എനിക്ക് കിട്ടിയ ഉത്തരമാണ്, ആ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ നിന്നുണ്ടായ വെളിപാടാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ രാജ്യം എന്ന് പറയുന്നത്, ഈ ജനാധിപത്യ മതേതരത്വ ഭാരതം എന്ന് പറയുന്നത് ലോകത്ത് എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യമാണ്. ഈ രാജ്യത്ത് നീതിന്യായ സംവിധാനം എന്ന് പറയുന്നത് വളരെ ബൃഹത്തായ ഒരു ശൃംഖലയാണ്. ജനാധിപത്യത്തിന്റെ 3ാമത്തെ തൂണെന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ്. ഈ സവിശേഷമായ
ഈ സംവിധാനത്തില് ഒരു പരാതി എത്തിയാൽ, ഒരു കേസ് എത്തിയാൽ, ആ കേസിന് വിധി തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എന്താണോ ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണോ വിധി തീർപ്പിലെത്തേണ്ടത്? അതല്ല തലേ ദിവസം തനിക്കുണ്ടായ വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണോ വിധി പുറപ്പെടുവിക്കേണ്ടത് എന്ന് വന്നാൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് എന്ത് അധികാരമാണുള്ളത്? ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമാണുള്ളത് എന്ന് എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഇനി അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. വെൽഫെയർ പാർട്ടി ഇങ്ങനെ ഒരു ആരാധനാലയ നിയമ സംരക്ഷണ ദിനമായി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതിഷേധ സംഘമായി ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സവിശേഷമായ മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബാബരി മസ്ജിദിൽ അവസാനിക്കുന്നല്ലത്, അതിന്റെ ഏറ്റവും ഒടുവിലാണ് സമ്പൽ ഷാഹി മസ്ജിദ് എന്ന് പറയുന്നത്. കഴിഞ്ഞ നവംബർ 19 തീയതി വിഷ്ണു ജെയിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സമ്പലിലെ കോടതിയെ സമീപിക്കുകയാണ്. അവിടുത്തെ കോടതിയെ സമീപിക്കുകയാണ്. സമ്പൽ ഷാഹി മസ്ജിദ് ഹരിഹര ക്ഷേത്രത്തിന്റെ പുറത്താണ്, അതിനെ പൊളിച്ചിട്ടാണ് അവിടെ സമ്പൽ ഷാഹി മസ്ജിദ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ സർവേ നടത്താൻ അനുവാദം നൽകണം. രാവിലെ കേസ് കൊടുക്കുന്നു, 3 മണിക്കൂറിനകത്ത് സർവേ നടത്താൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. രാത്രി 6 മണിയോടുകൂടി പോലീസിന്റെ അകമ്പടിയോടുകൂടി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സർവേക്കായി എത്തുന്നു. തുടർന്ന് 24-ാം തീയതി വീണ്ടും സർവേ പുനരാരംഭിക്കുന്നു. ആ സർവേ പുനരാരംഭിച്ചപ്പോ അതിനകത്തുള്ള മുസ്ലിങ്ങളെ, പള്ളിക്കകത്ത് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ പള്ളിയുടെ പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നു. പുറത്തു പോകാൻ തയ്യാറാകാതിരുന്ന വിശ്വാസികൾക്ക് നേരെ വെടിയുതിർക്കുകയാണ്. ആ വെടിയുതിർക്കുന്നതിലൂടെ 6 മനുഷ്യരുടെ ജീവനാണ് പൊലിഞ്ഞുപോയത്. അവിടെയും അവസാനിക്കുന്നില്ല. അതിനെ തുടർന്നുണ്ടായി അവിടെ പോലീസ് അവരുടേതായ ഈ പോലീസ് വെടിവെപ്പിൽ ഉപയോഗിച്ച ആയുധങ്ങളിൽ സേനയുടെ ആയുധങ്ങൾ മാത്രമല്ല സ്വകാര്യ ആയുധങ്ങളും അതിന് ഉപയോഗിച്ചിരുന്നു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവിടെയും അവസാനിക്കുന്നില്ല. അതിനെ തുടർന്നുണ്ടായ ദിവസങ്ങളിൽ മുസ്ലിങ്ങളുടെ വീടുകൾ കയറിയിറങ്ങി അവിടുത്തെ ചെറുപ്പക്കാരെ, അവിടുത്തെ വിശ്വാസികളെ ജയിലിലടക്കുകയാണ്. വെൽഫെയർ പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി അംഗമായ ജാവേദ് അഹമ്മദിനെ ജയിലിലടക്കുകയും അലഹാബാദ് ജയിലിലടക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെതിരെ കുറ്റം ചാർത്തുകയും അലഹാബാദ് ജയിലിലടക്കുകയും ചെയ്തു. അവിടേക്ക് ആർക്കും പ്രവേശനമില്ല. അവിടുത്തെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ റദ്ദാക്കി. ആ സമ്പൽ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമ്പൽ ഷാഹി മസ്ജിദ് എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ടിലെ മുഗൾ രാജാക്കന്മാർ പണികഴിപ്പിച്ച മസ്ജിദാണ്. സമ്പൽ ജില്ലയിലെ ചരിത്ര രേഖകൾ എഴുതപ്പെട്ട പുസ്തകത്തില് ഈ പള്ളിയെ സമ്പൽ ഷാഹി മസ്ജിദിന് ഒരു ചരിത്ര സ്മാരകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പള്ളിയാണ് ഹരിഹര ക്ഷേത്രത്തിന്റെ പുറത്താണ്. ഒരു സിവിൽ കോടതിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, നമ്മളും അറിയാലോ, പല സിവിൽ കേസുകളിലും പല നിലക്ക് നമ്മൾ ബന്ധപ്പെട്ട ആളുകളാണ്. ഒരു സിവിൽ കേസ് എപ്പോഴാണ് തീർപ്പാൽപ്പിക്കുക? 3 മണിക്കൂർ കൊണ്ടാണ് ഒരു സിവിൽ കേസിൽ ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് 3 മണിക്കൂറിനകത്ത് ഒരു സിവിൽ കേസിൽ തീർപ്പ് കൽപ്പിക്കുന്നത് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ, ആ സംഭവ വികാസങ്ങൾ തുടർന്ന് പിന്നീട് അവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ ആളുകൾ സുപ്രീം കോടതിയെ സമീപിച്ചതിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തില് അവിടെ ഒരു സ്റ്റേ വരികയും പിന്നീട് ആ സർവേ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുള്ളത്. 1991 ഇന്ത്യയിലെ ബാബരി മസ്ജിദ് പ്രശ്നം അതിരൂക്ഷമായി നിലകൊള്ളുന്ന സാഹചര്യത്തില് ഇനി ബാബരി മസ്ജിദ് പോലെ മറ്റൊരു സംഭവം ഈ രാജ്യത്ത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി 1991 ഇന്ത്യയുടെ പാർലമെന്റ് ഒരു നിയമം പാസാക്കി. ആ നിയമമാണ് ആരാധനാലയ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ആരാധനാലയ സംരക്ഷണ നിയമം നമ്മുടെ രാജ്യം ഉണ്ടായിട്ട് എത്ര കാലമായി? ഇന്ന് കാണുന്ന നമ്മുടെ രാജ്യം ഈ സ്വഭാവത്തിൽ രൂപപ്പെട്ടത് 1947 ശേഷമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്ത് പോയതിനു ശേഷമാണ്. അതിനു മുമ്പ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയാണ്. അതിനു മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളാണ്. വൈവിധ്യങ്ങളായ സമൂഹങ്ങൾ, വിവിധ മതവിഭാഗങ്ങൾ, വിവിധ ആചാരങ്ങളും സംസ്കാരങ്ങളുമുള്ള ആളുകൾ
ഈ രാജ്യത്തിന്റെ ഭൂമികൾ എന്ന് പറയുന്നത് പല ജനവിഭാഗങ്ങളുടെ, പല നാട്ടുരാജ്യങ്ങളുടെ, പല മതങ്ങളുടെ, പല സമുദായങ്ങളുടെ, പല വിധത്തിലുള്ള ജനവിഭാഗങ്ങളുടെ കൈവശമാണ് ഈ രാജ്യത്തിന്റെ മഹാഭൂരിപക്ഷ ഭൂമികളും എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ആ ആരാധനാലയങ്ങൾ, ഏതു മതത്തിന്റെ ആരാധനാലയങ്ങളും ഈ രാജ്യത്തിന്റെ പൊതുവായ ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ ശൈലിയുണ്ട്. ആ ശൈലിയിൽ പണി കഴിപ്പിക്കപ്പെട്ട ആരാധനാലയങ്ങളുണ്ട്. അതിൽ നടത്തുന്ന പ്രാർത്ഥനകളിൽ ചിലതൊക്കെ സാമ്യത പുലർത്താറുണ്ട്. അതിലെ ചില ചടങ്ങുകൾ നിർവഹിക്കുന്നിടത്ത് മതപരമായ ചില സമാനതകൾ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ആത്മീയതയുടെ കാര്യത്തിൽ, സാംസ്കാരിക കാര്യത്തിൽ, കെട്ടിടത്തിന്റെ ശില്പശാലയുടെ കാര്യത്തിൽ എല്ലാം സമാനതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സമാനതകൾ കണക്കാക്കിയിട്ട് ഒരു കെട്ടിടം അത് ഏതാണ് എന്ന് നിർണയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ സാമൂഹികമായ പ്രശ്നങ്ങളുണ്ടാകും. ഈ രാജ്യത്തിലെ മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഐക്യവും അഖണ്ഡതയും ഈ രാജ്യത്ത് ഇല്ലാതാകും. വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ സംശയവും തെറ്റിദ്ധാരണയും ഉണ്ടാകും. അവർ മാനസികമായി അകലാൻ കാരണമാകും. അത് ഈ രാജ്യത്തിന്റെ കെട്ടുറപ്പിനെ പ്രതികൂലമായി ബാധിക്കും എന്നാർക്കാണ് തിരിച്ചറിയാൻ കഴിയാത്തത്? അത്തരം ഒരു സാഹചര്യം, ബാബരി മസ്ജിദ് പോലെ ഒരു സംഭവം ഇനി രാജ്യത്ത് ആവർത്തിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് 1991 ആരാധനാലയ സംരക്ഷണ നിയമം പാസ്സാക്കുന്നത്, ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കുന്നത്. ആ നിയമം അനുസരിച്ച് 947 ഒരു പീരീഡായി കണക്കാക്കുന്നു. 947 ബ്രിട്ടീഷുകാർ ഓഗസ്റ്റ് 15 ഒരു ഡെഡ് ലൈനായി കണക്കാക്കി. ആ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല. അത് മുസ്ലിം ആരാധനാലയങ്ങളെ കുറിച്ച് മാത്രമല്ല, അത് ഹൈന്ദവ ആരാധനാലയങ്ങൾക്ക് ബാധകമാണ്. അത് സിഖ് മതത്തിന്റെ ആരാധനാലയങ്ങൾക്ക് ബാധകമാണ്. ജൂത ജൈന മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് ബാധകമാണ്. 1945 ഓഗസ്റ്റ് 47 ഓഗസ്റ്റ് 15 മുമ്പ് ഒരു ആരാധനാലയത്തിന്റെ സ്വഭാവം എന്താണോ ആ അതേ സ്വഭാവത്തിൽ തന്നെ ആ ആരാധനാലയത്തെ നിലനിർത്തണം എന്നതായിരുന്നു ആ നിയമം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാനുള്ള കാരണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇന്ത്യ പോലുള്ള വൈവിധ്യങ്ങളാൽ പടുത്തുയർത്തപ്പെട്ട ഇന്ത്യ പോലൊരു രാജ്യത്ത് ഓരോരുത്തരും അതിന്റെ ശില്പഭംഗി, അതിന്റെ ആത്മീയമായ വിശ്വാസപരമായ സമാനതകൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അവകാശവാദം പരസ്പരം ഉന്നയിക്കാൻ തുടങ്ങിയാൽ അത് രാജ്യത്ത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് 1991 ഇങ്ങനൊരു നിയമം പാസാക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ 2022 ഇന്നത്തെ ഇപ്പോ ഏറ്റവും ഒടുവിൽ വിരമിച്ച ചന്ദ്രചൂഡൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ ഒരു നിയമം പാസാക്കി, അല്ലെങ്കിൽ ഒരു കാര്യം അദ്ദേഹം ഒരു വിധി പുറപ്പെടുവിച്ചു. അഥവാ ആരാധനാലയത്തിന്റെ സ്വഭാവം പരിശോധിക്കാൻ ഈ പാർലമെന്റ് പാസാക്കിയ നിയമം ബാധകമല്ല. ഒരാരാധനാലയം 47 മുമ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണോ നിലനിർത്തേണ്ടത് എന്ന ഈ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ ആരാധനാലയത്തിന്റെ പൂർവ്വ സ്വഭാവം എന്താണ് എന്ന് പരിശോധിക്കാൻ തടസ്സമില്ല. അതുകൊണ്ട് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ വന്നിട്ടാണ് ഡൽഹിയിലെ ജമാ മസ്ജിദ് വരെ ഇപ്പൊ അജ്മീറിലേക്ക് എത്തി നിൽക്കുന്നു. ഈ രാജ്യത്തെ ഏതാണ്ട് 100-100ഓളം പള്ളികളുടെ ലിസ്റ്റാണ്. ഒരു ബാബരി മസ്ജിദ് ഒതുങ്ങുന്നതല്ല. ഷാഹി മസ്ജിദ് ആകട്ടെ, സമ്പൽ ഷാഹി മസ്ജിദ് ആകട്ടെ, അതേപോലെ തന്നെ ഈദ്ഗാഹ് ആകട്ടെ, ബാബരി മസ്ജിദ് ആവട്ടെ, കർണാടകയിൽ, തമിഴ്നാട്ടിൽ, മഹാരാഷ്ട്രയിൽ, രാജസ്ഥാനിൽ അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ മുസ്ലിം ആരാധനാലയങ്ങൾക്കെതിരെ സമാനമായ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കേസുകൾ വരികയാണ്. അപ്പോ ഒരു പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു ജഡ്ജി ഒരു വിധി പുറപ്പെടുവിക്കുകയാണ്. പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ അനീതി ഉണ്ടെങ്കിൽ ആ അനീതിയെ ചൂണ്ടിക്കാണിക്കുകയും നീതി നിർവഹണത്തിന്റെ ഭാഗത്ത് നിലകൊള്ളുകയും ചെയ്യേണ്ടുന്ന കോടതികളാണ് ഈ നീതി നിഷേധത്തിന്റെ അപ്പോസ്തലന്മാരായി മാറിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ബാബരി മസ്ജിദിലെ വിധിന്യായത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ ജഡ്ജിയാണ് അദ്ദേഹത്തിന്റെ ഒരു വീട് താമസം കൂടുമ്പോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു പൂജയില് പ്രധാനമന്ത്രിയോട് ഒരുമിച്ച് നിന്നുകൊണ്ട്
പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഇങ്ങനെ താന്നുകയാണ് വണങ്ങി നിൽക്കുന്ന ഒരു ചിത്രം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ ഈ കോടതി വിധികൾ, അദ്ദേഹം റിട്ടയർഡ് ആകുന്ന ദിവസം അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, എന്നെ കുറിച്ച് ഞാൻ എന്തായിരുന്നു എന്ന് ഭാവിയിൽ ജനങ്ങൾ പറയും. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ രാജ്യത്തിലെ ജനങ്ങളെ അപകടകരമായ സാമൂഹികമായ വിദ്വേഷത്തിന്റെ വേരുകൾ ആഴത്തിൽ കുത്തിയിറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിധി പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ ജഡ്ജി അദ്ദേഹത്തിന്റെ കസേരയിൽ നിന്ന് വിട്ടൊഴിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ബാബരി മസ്ജിദ് വിധി പുറപ്പെടുവിച്ച 5 ജഡ്ജിമാരും അതിന്റെ ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞല്ലോ, ആ വിധി പുറപ്പെടുവിച്ച ദിവസം രാത്രി ഞങ്ങൾ ആഘോഷിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ഇതാണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാബരി മസ്ജിദിനെ കുറിച്ച് പറയുമ്പോ പലപ്പോഴും നമ്മൾ പറയും, അതിന് എന്തിനാ പറയുന്നത്? ബാബരി മസ്ജിദ് പൊളിഞ്ഞുപോയി. ബാബരി മസ്ജിദ് പൊളിഞ്ഞു പോയതല്ല, പൊളിച്ചതാണ്. അത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതിനുശേഷം അവിടെ ഇപ്പൊ രാമക്ഷേത്രം ഉയർന്നിരിക്കുന്നു. ഇനിയും നിങ്ങൾ എന്തിന് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം? എന്റെ പ്രിയമുള്ളവരെ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യത്ത് നടന്ന ഇന്ത്യയുടെ മതേതരത്വത്തിന് നേരെ നടന്ന 2 കടുത്ത അതിക്രമങ്ങളാണ്. ഒന്ന് ഗാന്ധിവധം എന്ന് പറയുന്നത്, രണ്ടാമത്തത് ബാബരി മസ്ജിദ് ധ്വംസനമാണ്. ഗാന്ധിവധത്തെ നമ്മൾ രക്തസാക്ഷി ദിനമായി ഓരോ വർഷവും ആഘോഷിക്കുന്നുവെങ്കിൽ, ഓരോ വർഷവും ആചരിക്കുന്നുവെങ്കിൽ, ഗാന്ധിവധത്തെ രക്തസാക്ഷി ദിനമായി ഓരോ വർഷവും ആചരിക്കുന്നുവെങ്കിൽ അത് തീർത്തും അനീതിയാണ്. ആ അനീതി ഒരിക്കലും ഇനി നീതി പുലരുകയില്ല. പക്ഷെ എങ്കിലും നമ്മൾ ആ ദിവസത്തിന്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരിക്കും. അത് ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടതാണ്. ബാബരി മസ്ജിദിനെ സംബന്ധിച്ചും അത് പൊളിഞ്ഞു വീണത്, അതിനെ പൊളിച്ചതിന്റെ ദിവസം നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും. കാരണം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ രാജ്യത്തിന്റെ അഗാധമായ മുറിവേൽപ്പിച്ച 2ാമത്തെ സംഭവമാണത്. ആ സംഭവത്തെ തുടർന്ന് ഇനി വീണ്ടും ഇതാ മറ്റു സംഭവങ്ങളിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ട് തുടരെയുള്ള ഒരു അനീതി നടപ്പിലായി കഴിഞ്ഞാൽ ആ അനീതിയെ തുടർന്ന് ഒരുപാട് അനീതികൾ ഉണ്ടാകും. രാജീവ് ഗാന്ധി, ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ബാബരി മസ്ജിദിൽ അവകാശവാദം ഉന്നയിക്കുന്നു, അവിടെ വിഗ്രഹങ്ങൾ കൊണ്ട് വെക്കുന്നു. ആ വിഗ്രഹങ്ങൾ എടുത്ത് വലിച്ചെറിയാൻ നെഹ്റു ഉത്തരവിടുന്നു. എന്നാൽ മലയാളിയായ ഒരു മനുഷ്യനാണ് അതിന് തയ്യാറാകാതിരുന്നത്. പിന്നീട് രാജീവ് ഗാന്ധി അവിടെ പൂജക്ക് അനുവാദം കൊടുക്കുന്നു. പിന്നീട് അടുത്ത നരസിംഹറാവുവിന്റെ കാലഘട്ടമായപ്പോ ആ പള്ളി പൊളിക്കാനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അതും കഴിഞ്ഞ് നരേന്ദ്രമോദിയുടെ കാലത്ത് വന്നപ്പോ അവിടെ രാമക്ഷേത്രം. ഇതെല്ലാം അനീതിയാണ്. ഇത് അനീതിയായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അനീതിയെ പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ നമ്മൾ ബാധ്യസ്ഥമാണ്. ഒരുപക്ഷെ അതിന്റെ തിരിച്ചറിവ് കൊണ്ടാകാം സമ്പൽ ഷാഹിയിൽ കഴിഞ്ഞ 24-ാം തീയതി നടന്ന വെടിവെപ്പിനെ തുടർന്ന് ആ പ്രദേശം സന്ദർശിക്കുവാൻ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോകാൻ പുറപ്പെട്ടു. അദ്ദേഹത്തിന് പോകും, അങ്ങോട്ട് പ്രവേശനം അനുവദിച്ചില്ല. അവിടുത്തെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ കട്ട് ചെയ്യുന്നു. അവിടുത്തെ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ട സംവിധാനങ്ങൾ കാണുന്നു. മറ്റ് ഈ രാജ്യത്തിലെ ജനപ്രതിനിധികളെ, പ്രതിപക്ഷ നേതാവിനെ പോലും അങ്ങോട്ടേക്ക് കടത്തിവിടാതിരിക്കാൻ ആവശ്യമായ നടപടികൾ അഥവാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും 6 ആളുകൾ കൊല്ലപ്പെട്ടതാണ് നമ്മൾ വാർത്തയിലൂടെ അറിഞ്ഞതെങ്കിൽ അതിനേക്കാൾ ഭീകരമായ നരനായാട്ടും അറസ്റ്റുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ നടന്നിട്ടും ഈ രാജ്യത്ത് പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഈ രാജ്യത്ത് ആരെങ്കിലും അരുതെന്ന് പറയുന്നുണ്ടോ? രാമന്റെ വനവാസകാലത്ത് ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. വനവാസകാലത്ത് രാമൻ വനത്തിലൂടെ സഞ്ചരിച്ച് ഒരല്പനേരം വിശ്രമിക്കാൻ വേണ്ടി ഒരു മരത്തണലിലേക്ക് പോയി. ആ മരത്തണൽ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തോളിലുണ്ടായിരുന്ന അമ്പുകൾ എടുത്ത് അദ്ദേഹം ആ മരത്തിൽ ചാരി വെച്ചു. ആ മരത്തിൽ ചാരി വെച്ച് വിശ്രമിച്ചു. വിശ്രമത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അമ്പെടുത്ത് നോക്കിയപ്പോ ആ അമ്പിന്റെ അഗ്രഭാഗത്ത് ഒരു തവള കുടുങ്ങിക്കിടക്കുകയാണ്. ആ തവള കുടുങ്ങിക്കിടന്ന് അതിന്റെ പ്രാണന് വേണ്ടി നിലവിളിക്കുകയാണ്, ജീവന് വേണ്ടി നിലവിളിക്കുകയാണ്. ആ സമയത്ത് രാമൻ അതിന്റെ അഗ്രഭാഗത്ത് നിന്ന് ആ തവളയെ പുറത്തെടുത്തുകൊണ്ട് ചോദിച്ചത്രേ, ഈ കുന്തം ഞാൻ അറിയാതെ ഇവിടെ വെച്ചപ്പോ
നിന്റെ മേത്തായി പോയതാണ്. ഈ കുന്തം നിന്റെ മേത്തേക്ക് വന്ന് വീഴുമ്പോ അല്ലെങ്കിൽ അതിലേക്ക് ഞാൻ വെക്കുമ്പോ നിനക്കൊന്ന് നിലവിളിക്കാമായിരുന്നില്ലേ? നിനക്കൊന്ന് ഉറക്കെ കരയാമായിരുന്നില്ലേ? എന്നാൽ ഒരുപക്ഷെ നിന്റെ ജീവൻ രക്ഷപ്പെടുമായിരുന്നല്ലോ. അന്ന് ദയനീയമായി ആ രാമന്റെ മുഖത്ത് നോക്കിയിട്ട് ആ തവള പറയുന്ന ഒരു മറുപടി ഉണ്ടത്രേ, എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചൊരു മന്ത്രമുണ്ട്. എന്ത് അപകടങ്ങൾ വന്നാലും, എന്ത് പ്രതിസന്ധികൾ നേരിട്ടാലും, എന്ത് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നാലും രാമനാമം ജപിച്ചാൽ മതി. രാമ രാമ എന്ന് ജപിച്ചാൽ എല്ലാ വിഷമങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാൻ രാമനാമമാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാമന്റെ അമ്പ് തന്നെ എന്റെ നെഞ്ചത്തേക്ക് തുളച്ചു കയറിയപ്പോ ഞാൻ ആരെയാണ് വിളിക്കേണ്ടത് എന്ന് ദയനീയമായി ആ തവള ആ രാമന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ രാജ്യത്തെ നീതി നടപ്പിലാക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടമാണ്. നീതി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഇവിടുത്തെ ജുഡീഷ്യറിയാണ്. ആ നിയമം നടപ്പിലാക്കേണ്ടവരും ആ നിയമ പരിരക്ഷ ഈ രാജ്യത്തിലെ സാധാരണക്കാരുടെ പൗരന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടുന്ന ജുഡീഷ്യറിയും ആ നീതി നിഷേധത്തിന്റെ വക്താക്കളായി മാറുമ്പോ വളരെ ദയനീയമായി അല്ല, ആർജവത്തോടുകൂടി ഈ രാജ്യത്തിലെ ഓരോ പൗരന്മാർക്കും ചോദിക്കാൻ കഴിയേണ്ടത് നമ്മൾ ആരെയാണ് ഇനി വിളിക്കേണ്ടത്? ആരോടാണ് നമ്മൾ നീതിക്ക് വേണ്ടി ചോദിക്കേണ്ടത്? പ്രിയപ്പെട്ട ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഇത്ര കടുത്ത അനീതി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ, കടുത്ത നീതി നിഷേധം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് നേരെയുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, സഹോദരന്മാരെ തിരിച്ചറിയണം. ഈ രാജ്യത്ത് ആരാധനാലയങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. ആരാധനാലയങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം, മുസ്ലിം മതവിശ്വാസികൾ ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിച്ചിട്ടാണ് ആരാധനാലയങ്ങൾ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളാണ് പിന്നീട് പള്ളികളായി മാറിയത്. അത് പരിശോധിക്കുമ്പോഴും ക്ഷേത്രങ്ങളും പണ്ട് ബുദ്ധമതത്തിന്റെ, ജൈനമതത്തിന്റെ ആരാധനാലയങ്ങളായിരുന്നു, പ്രാർത്ഥനാ കേന്ദ്രങ്ങളായിരുന്നു എന്നൊരു അവകാശവാദമുണ്ട്. ആ അവകാശവാദത്തെ കുറിച്ച് അന്വേഷണം നടത്താൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാണോ? ഇവിടുത്തെ കോടതികൾ സർവേ നടത്താൻ തയ്യാറാണോ? വിളിച്ചു നോക്കി അതിനകത്ത് ഏത് മതത്തിന്റെ ആരാധനാ കർമ്മങ്ങളാണ് മുമ്പ് നടന്നത് എന്ന് പരിശോധിക്കാൻ ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സന്നദ്ധമാണോ? അതിനൊരു ഉത്തരവിടാൻ ഇവിടുത്തെ കോടതി സന്നദ്ധമാണോ? ആകെ ഒന്നിനു മാത്രമേ കോടതി ഉത്തരവിടും, അത് മുസ്ലിം പള്ളികൾ. ആ മുസ്ലിം പള്ളികളുടെ അകത്തെന്താണ്? അതിന് ഉറവെടുക്കുന്ന സ്ഥലം പോലും ശിവലിംഗത്തിന്റെ രൂപത്തിലാണ് എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും എന്നുള്ളതാണ്. നമ്മൾ നിശബ്ദത പാലിച്ചാൽ ഇവിടെ അപകടത്തിലാകുന്നത് ഈ രാജ്യമാണ്, ഈ രാജ്യത്തിന്റെ മതേതരത്വമാണ്. അതിനേക്കാൾ കൂടുതൽ ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷമാണ്. ഈ രാജ്യത്തിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഐക്യവും അഖണ്ഡതയുമാണ് ഇവിടെ തകർന്നു വീഴുക. ബാബരി മസ്ജിദിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ അത് ബാബരി എന്ന് പറയുന്നത് കേവലം ഒരു പള്ളി. നിങ്ങൾക്ക് ചോദിക്കാം, ഇന്ത്യ രാജ്യത്ത് മറ്റൊരുപാട് പള്ളികളുണ്ടല്ലോ, ഏത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാലും ഒന്ന് തന്നെയാണല്ലോ, പിന്നെ എന്തിനാണ് അവിടെ തന്നെ പോയി പ്രാർത്ഥിക്കണമെന്ന് ഇത്ര നിർബന്ധം? ഒരു പള്ളിക്ക് വേണ്ടിയല്ല, ഒരു പള്ളിക്ക് വേണ്ടിയല്ല. ബാബരി മസ്ജിദ് എന്ന് പറയുന്നത് കേവലമായ ഒരു പള്ളിയല്ല, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ അടയാളമാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്നത്. ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ അടയാളമാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്നത്. ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ മതന്യൂനപക്ഷത്തിന്റെ ആത്മാഭിമാനമാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്നത്. ആ ആത്മാഭിമാനത്തിന് തകർച്ച സംഭവിക്കുമ്പോ, ആ മതസൗഹാർദ്ദത്തിന് പൊളിഞ്ഞു വീഴുമ്പോ, ആ മതേതരത്വം ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോ തീർച്ചയായും ഞങ്ങളുടെ സർവേ നടത്താൻ തുടങ്ങിയാൽ, അവിടെ മാന്താൻ തുടങ്ങിയാൽ, അവിടെ തകർന്നു വിടുന്നത് കേവലമായ ഒരു പള്ളിയായിരിക്കില്ല, ഒരു പ്രാർത്ഥനാ കേന്ദ്രമായിരിക്കില്ല. തകർന്നു വീഴുന്നത് ഈ രാജ്യത്തിന്റെ ഐക്യമാണ്, അഖണ്ഡതയാണ്, മതേതരത്വമാണ്, മതസൗഹാർദ്ദമാണ്. ഈ രാജ്യത്തിലെ ജനവിഭാഗങ്ങൾ തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ആ സ്വസ്ഥമായ സമാധാന അന്തരീക്ഷമായിരിക്കും ഈ രാജ്യത്ത് ഇല്ലാതാവുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നടത്തപ്പെടുന്ന പ്രതിഷേധങ്ങൾ നമ്മുടെ തെരുവുകളിൽ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും വെൽഫെയർ പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.